ഹായ് ഓൾ, ഇറ്റ്സ് മീ സൊറാസ്കർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോർണർ ഗാർഡൻ ഐഡിയ ആയിട്ടാണ്. നമ്മുടെ തന്നെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ കോർണർ ഗാർഡൻ സെറ്റപ്പാക്കി മാറ്റാമെന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഒരു കുഞ്ഞു കോർണറിലാണ് ഞാൻ ഈ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ആദ്യം ഇങ്ങനെ മണ്ണ് ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണൊക്കെ എടുത്തിട്ട് ഈ കോർണറിൽ അവരെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അവർ കളയണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇവിടെ ഒന്ന് മണ്ണിട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ അവരിട്ട് തരികയാണ്. അപ്പോൾ ഇങ്ങനെ സ്പീഡാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മണ്ണ് ഏകദേശം ഒരു മതിലിൻ്റെ ഹാഫ് വരെ ഞാനിങ്ങനെ ഒരു ഭാഗം ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലോ മോഡലാണ് ചെയ്യുന്നത്. പിന്നെ അതിലുള്ള മണ്ണും ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് അതിലുള്ള കല്ലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതായത് നല്ല ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ ഒരുപോലെ ആക്കി വെച്ചിട്ട് താഴ്ഭാഗത്ത് ആ കല്ലുകളൊക്കെ കൂട്ടി വെച്ചപ്പോൾ അതൊക്കെ കളിയാണ് ചെയ്തിട്ടുള്ളത്. ഉയരത്തു നിന്ന് വെള്ളം ഒഴുകി വരുന്ന രൂപത്തിലാണ് ഞാൻ ഈ ചെടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി വേണ്ടത് അതിൽ പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ഫെർട്ടിലൈസറും കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഞാൻ എപ്പിസിയ ഫ്ലെയിം വയലറ്റ് ഓൾറെഡി ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് പ്ലാന്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റായിട്ട് ഇങ്ങനെ ശരിയാക്കിയിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അത് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ഏത് രൂപത്തിലാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചട്ടുകം കൊണ്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വടി കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനതിങ്ങനെ വരച്ച് നോക്കണം ഏത് രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, നമുക്ക് വലിയ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നല്ല സെറ്റപ്പാക്കി എടുക്കാം. പിന്നെ ഞാൻ അതിലിങ്ങനെ ബോർഡർ ഗ്രാസ് അങ്ങനെ ആ ഒരു വരച്ച വരയിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് മോഡലിലാണോ ചെയ്യുന്നത് അതിലൂടെ ഏതാണോ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു ലൈനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ആയിരുന്നു. കണ്ടില്ല, അത്രയും കൂടി വലിപ്പം കൂടല്ല. അപ്പോൾ അത്രയും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഒഴുകി വരുന്നത് ഞാൻ ബോർഡർ ഗ്രാസ് ആയിട്ടാണ് വെക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ചെടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പ്രത്യേകിച്ച് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട പ്ലാന്റ്സ് ഒന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതാ രാവിലെ ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇനി വെക്കുന്നത് ഈ റൂബി പ്ലാന്റ് ആണ്. അതിൻ്റെ ബോർഡറിൽ ഒന്നും കൂടി നമുക്കിങ്ങനെ നല്ല ഒരു ബ്രൈറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോർഡറിൽ സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. അപ്പോൾ അതും ഞാനിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുകയാണ്. ഇങ്ങനെ സ്ലോയിൽ കാണിച്ചാൽ അതും വീഡിയോ ലെങ്ത്തായി പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ അതെ ഒരു ഭാഗം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു സൈഡിൽ. ഇപ്പോൾ ഇങ്ങനെ ഇനി ഈ സൈഡിലും അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തു. അത് വെക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതെ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും മുകളിലായി ഞാൻ അരളിയും 2 സൈഡിൽ ഡ്രസ്സീനയും വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 കളേഴ്സ്. അതൊരു പുഷിയായിട്ട് തോന്നാനും ഒരു മരത്തിൻ്റെ ഫീല് കിട്ടാനും വേണ്ടിയാണ്. പിന്നെ 2 സൈഡിലും സാൻസവേരിയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ ഒരു 1 മന്തൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ഒരു വ്യൂ ആണ്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 മഷ്റൂമും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. മതിലിൻ്റെ സൈഡിലൂടെ ഫ്ലെയിം വയലറ്റ് വെച്ച് കൊടുത്തത് അത് ആ മതിലൂടെ കയറി പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി വേണ്ടത് ഒരു പോട്ടാണ്. ഈ പോട്ട് ശരിക്കും വേണ്ടത് സിമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെയോ ആണ് വേണ്ടത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് എടുത്തിട്ട് അതിൽ സിമെൻറ്റ് വെച്ച് കൊടുക്കുക. കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു പണിയായിരുന്നു. കാരണം ആദ്യം ആ പുറം ഭാഗത്ത് കൂടിയൊക്കെ സിമെൻറ്റ് പിടിച്ച് കിട്ടണം. എന്നിട്ട് പിന്നെ നമ്മൾ കരുതുന്ന ആ ഒരു രൂപത്തിൽ എത്തണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫ്ലോ മോഡലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ ഒരു നമ്മൾ ഹോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇറങ്ങില്ല, നമ്മൾ ഈ പാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ അതുപോലെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമെൻറ്റ് അതിൻ്റെ എല്ലാ ഭാഗത്തു കൂടെ ഇങ്ങനെ ആദ്യം ചെയ്ത് അത് ഉണങ്ങി ഓരോ പ്രാവശ്യം നമ്മളത് ചെയ്യുമ്പോഴും അത് ഉണങ്ങി വരണം, തിക്ക് കൂട്ടി. ഇപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ തവണ, ഇതിൽ കാണിക്കുന്ന 2ാമത്തെ തവണയാണ് കാണിക്കുന്നത്. ഓരോ ലെയർ ഇങ്ങനെ ഇടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ തിക്ക് കൂടി വരണം. ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ മുകൾ ഭാഗം കുറച്ചിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വന്നിട്ട് താഴ്ഭാഗം കുറച്ച് ഉള്ളിലോട്ട് ആ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതിലും നമുക്ക് ഈസി ആയിട്ട് വല്ല സിമെൻറ്റിൻ്റെ പോട്ടൊക്കെ വാങ്ങി വെച്ച് കൊടുക്കണം.
ഞാനത് ചെയ്തപ്പോൾ ഏതായാലും അതിനൊരുങ്ങി, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. കണ്ടില്ലേ, അപ്പോൾ ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഞാൻ കുറച്ച് ഉയര ഭാഗം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് സിമൻറ്റ് രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗിയിൽ ആക്കിയെടുക്കാമെന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നത് കാണിക്കാതെ ആ പോട്ട് ആയതിനു ശേഷം കാണിച്ചു തരുമായിരുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ആ പിടിക്കുന്ന ഭാഗമല്ലേ, പ്ലാസ്റ്റിക് പോട്ടായിരുന്നല്ലോ ആദ്യം, അപ്പോൾ ആ ഭാഗമൊന്നും അറിയാത്ത രൂപത്തിൽ ഒരേ രൂപത്തിൽ വേണം നമ്മൾ സിമെൻ്റ് ആക്കിയെടുക്കാനും. ശരിക്കും ഒരു പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ പിടിക്കാനൊന്നും ഇല്ലാണ്ട് ഒരു ഫ്ലോ രൂപത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റായി ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു ഇതാണിത്, കണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ല ഒരു തിക്കായിട്ട് തോന്നില്ലേ, നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ നമുക്കതിങ്ങനെ കറക്റ്റായിട്ട് നല്ല ബ്രൈറ്റായിട്ട് കാണണം. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്ത്. പിന്നെ ഞാൻ വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഗാർഡനിലൊക്കെ വെക്കുമ്പോൾ വൈറ്റ് ആകുമ്പോൾ ശരിക്കും ഒരു ബ്രൈറ്റായിട്ട് ഇങ്ങനെ തോന്നിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിതിന് വൈറ്റ് കൊടുക്കുന്നത്. ഞാനിത് 2-3 തവണ കോട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു കളർ കിട്ടില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് പോവുകയും ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിച്ച് കൊടുത്ത്. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ റുബി പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാക്കിൽ. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വീഴുമ്പോൾ ആ ഒരു ഹോള് മാത്രമേ കാണുള്ളൂ. അതിനുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ആ പോട്ടിന് ചെരിഞ്ഞ് കിടക്കാവുന്ന രൂപത്തിലുള്ള ഒരു കുഴി നമ്മൾ കുഴിച്ചെടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് അത് പാകമല്ല, കുറച്ച് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പം അതിൽ കൊള്ളില്ല, അപ്പോൾ ഒന്നും കൂടി താഴ്ച്ചിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, ആ മുകൾ ഭാഗം ഇങ്ങനെ നല്ലൊരു തിക്കിൽ കാണുമ്പോൾ നമുക്കങ്ങനെ ശരിക്കും ബ്രൈറ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാം. അതെല്ലാം നമ്മളൊരു സിമ്പിളായിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന ടൈമിൽ അതിനൊരു ബ്രൈറ്റ് ഫീൽ ചെയ്യില്ല. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ പോട്ടി മിക്സ് ചേർത്തിട്ടുള്ള മണ്ണിട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലും ഈ പ്ലാന്റ് വെച്ച് കൊടുക്കണം. ബോർഡർ ഗ്രാസാണ് ഞാൻ ഒഴുകുന്നത് പോലെ കാണിക്കുന്നത്. അപ്പോൾ അതിന് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ബോർഡർ ഗ്രാസ് അതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ഈ ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു ഐഡിയ ആണ് തോന്നുന്നത്. എല്ലാവരുടെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും കഴിയും. നമുക്ക് വലിയ വില കൊടുത്ത് വലിയ സെറ്റപ്പിലുള്ള പ്ലാന്റൊന്നും ആവശ്യമില്ല അത് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെയുള്ള ഐഡിയകൾക്കൊക്കെ ഈ സിമ്പിളായിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ. ഇനി സൈഡിലൂടെയുള്ള ഈ റുബി പ്ലാന്റ്സൊക്കെ ഇങ്ങനെ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുന്ന പ്ലാന്റ്സാണ് ഈ പിന്നെ ബോർഡർ ഗ്രാസ്, റുബി പ്ലാന്റൊക്കെ. റുബി പ്ലാന്റിനൊക്കെ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു കളറിലായിരിക്കും ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ അത് സൈഡിലൂടെയും ഒക്കെ ഞാൻ വെട്ടി കൊടുക്കണം. ഇനി അതിന് ശേഷം ഞാൻ ആ മുകൾ ഭാഗത്ത്, ആ പോട്ട് വെച്ച ഭാഗത്ത് കുറച്ച് സാൻസവേരിയ കൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ സാൻസവേരിയാണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ആ ഒരു ചെറിയ ടൈപ്പുള്ള സാൻസവേരിയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാൻസവേരിയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒഴിവുള്ള ഭാഗത്ത് കുറച്ച് സ്റ്റോൺ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. വേറെ പ്ലാന്റ്സ് ഒന്നും അവിടെ വെക്കുന്നില്ല, എങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ മണ്ണിൽ നേരിട്ട് വെക്കുമ്പോൾ ആ സ്റ്റോണിലൊക്കെ ഇങ്ങനെ മണ്ണ് പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റൽസ് ഇട്ട് കൊടുക്കണം. മെറ്റൽസ് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ സ്റ്റോൺ ഇട്ട് കൊടുക്കുകയാണ്. ഈ സ്റ്റോണൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് പെറുക്കിയെടുക്കുന്ന സ്റ്റോണാണ്, വാങ്ങിയതൊന്നുമല്ല. ഇപ്പോൾ അതേ ഒരു രാവിലെ ടൈമിൽ കാണിക്കുകയാണ്. മറ്റേത് ഒരു വൈകുന്നേരം ടൈം ആയപ്പോഴൊക്കെ ഉള്ളൂ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ ഒരു പ്ലാന്റ്സ് സെറ്റപ്പ് ആക്കുന്നത്. അപ്പോൾ അതേ അതിൻ്റെ ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ചുമരിലൂടെ പൊടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എപ്പീസിയ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഫ്ലൈ വാലറ്റ് നമ്മൾ ചുമരിൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ ചുമരുമ്പോൾ കൂടെ കയറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ബോർഡർ ഗ്രാസൊക്കെ നല്ല തിക്കായി ഉണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനി അതിങ്ങനെ മുകളിൽ ഫുള്ളായിട്ട് കയറി കഴിഞ്ഞാൽ ആ 2 സൈഡും കാണില്ല, ആ ഒരു ചെടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഐഡിയക്ക് വേണ്ടിയാണ് ഞാൻ ആ പ്ലാന്റ് ആ സൈഡിൽ വെച്ച് കൊടുത്തത്. ഇപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു മഷ്റൂം കൂടിയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു മഷ്റൂമിൻ്റെ മോഡൽ തന്നെയുണ്ട്. അപ്പോൾ ഇതും വെച്ച് കൊടുക്കുകയാണ്. ഈ മഷ്റൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനൊരു വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ഇതിലൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ആ ഒരു മഷ്റൂമും കൂടി വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ കയ്യിൽ വല്ല സിമൻറ്റിൻ്റെ കൊക്കോ ബേർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴും അത് ഭംഗിയുണ്ടാകും. പിന്നെ ആ മരത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു നെസ്റ്റ് തൂക്കിയിടാം.
അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്യാം. പിന്നെ ഞാൻ ഈ സൈഡിലൂടെ വാണ്ടറിങ് ജ്യൂം കൂടെ ആഡ് ചെയ്തിരുന്നു എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ. പക്ഷേ എനിക്കതൊരു ഭംഗി കിട്ടിയില്ല. പിന്നെ ഞാനത് എടുത്ത് കളയാണ് ചെയ്തത്. ആ വാണ്ടറിങ് ജ്യൂ ഉണ്ടായപ്പോൾ അത് മാത്രം ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ വാണ്ടറിങ് ജ്യൂ ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ അത് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കറൻറ്റ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പിന്നെ ഇതൊക്കെ ട്രിം ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ റൂബി പ്ലാന്റ്സ് ഒക്കെ. ഇനി കണ്ടില്ലേ, ഞാൻ ആ വാണ്ടറിങ് ജ്യൂ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതേ കറൻ്റായിട്ടുള്ള വ്യൂ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.